എങ്കിൽ ഈ എന്ത് മോശമായിപ്പോൾ അത് വിറ്റതെന്ന് ഓർത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പഴി ചാരുന്നവരുണ്ടാകും. നിങ്ങൾ പഴികളൊന്നും ചാരേണ്ട കാര്യമില്ല. ദൈവം നഷ്ടപ്പെട്ടാൽ മാത്രമേ നമുക്ക് സങ്കടപ്പെടേണ്ട കാര്യമുള്ളൂ. ബാക്കി എന്ത് നഷ്ടപ്പെട്ടാലും എല്ലാം റീഫണ്ടബിളാണ്. എല്ലാം ദൈവത്തിൽ നമുക്ക് തിരിച്ചു പിടിക്കാൻ പറ്റും. അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയാതെ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ഒരുമിച്ച് പ്രാർത്ഥിച്ച് ഒരുമിച്ച് മുന്നേറുന്ന വിശുദ്ധമായ ദിവസമാണിത്. കർത്താവ് നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. കടങ്ങളുള്ളവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു, കടങ്ങളുടെ പേരിൽ കേസുകളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു, അതുപോലെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പറ്റാത്ത സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. കുടുംബത്തിൽ മക്കളും ഭാര്യ ഭർത്താക്കന്മാരും മാതാക്കന്മാരും തമ്മിൽ സംസാരമില്ലാതെ ചുമ്മാ ഓരോരുത്തർ വന്ന് ഓരോ സമയത്ത് ഉണ്ടച്ചും പോകുന്നല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാതെ അങ്ങനെയുള്ള നരകം പിടിച്ച കുടുംബങ്ങളിലേക്ക് കർത്താവിൻ്റെ പ്രകാശം വീടുന്ന സമയമാണ്. അത് നീ ഇനി പ്രാർത്ഥിക്കേണ്ട. നിൻ്റെ പ്രാർത്ഥനയേക്കാൾ ഉപരി ഈ പ്രാർത്ഥന, ഈ അനുദിന ഡെയിലി ബ്രെഡ് എന്നുള്ള പ്രാർത്ഥന കർത്താവ് പറഞ്ഞിട്ടുണ്ട്, എന്നോട് പറഞ്ഞിട്ടുണ്ട്, എന്നെപ്പോൾ അഭിഷിക്തരോട് പറഞ്ഞിട്ടുണ്ട്. കർത്താവ് നീ ഏത് ഭവനത്തിൽ ചെന്നാലും ആ ഭവനത്തിൽ സമാധാനം ആശംസിക്കണം. ദൈവവേദന ഇന്ന് കർത്താവ് എനിക്ക്